കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. കെ മുരളീധരന് സമനില തെറ്റിയതായും പാകിസ്ഥാൻ ഭീകരരുമായാണ് മുരളീധരന് കൂട്ടുയെന്നും BJP നേതാവ് PK കൃഷ്ണദാസ്. ഇതിന് കേരളം കനത്ത വില നൽകേണ്ടി വരുമെന്നും ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂട്ടിയെന്നും അദ്ദേഹം പരിഹസിച്ചു. നിലമ്പൂർ ചന്തക്കുന്നിലെ NDA മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുരളീധരൻ സമനില തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാൻ ഭീകരന്മാരുമായിട്ടാണ് മുരളീധരന്റെ സഖ്യം. മുരളീധരൻ അറിയാത്തതുകൊണ്ടാ, അറിയാത്തതുകൊണ്ടല്ല, അറിഞ്ഞിട്ട് ജനങ്ങളെ മേൽ നടിക്കുക. അത് പാക് ഭീകര സംഘടനയുമായിട്ടാണ് മുരളീധരൻ സഖ്യം ഉണ്ടാക്കിയത്. അതുപോലെ ഗോവിന്ദന്മാർ സഖ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ, പഹൽഗാമിൽ ആരാണോ മതം നോക്കി നിരപരാധികളെ കൊലപ്പെടുത്തിയത് അവരെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുകൂടിയിരിക്കുന്നത്. ഇവരുടെ മുഖം വികൃതമായിരിക്കുകയാണ് കേരളത്തിൽ. ഇനി മാത്രമല്ല, ഇത് അപകടം ഉണ്ടാക്കാൻ പോകുന്നത് നിലമ്പൂരിലെ ഇലക്ഷൻ 19 കഴിയും. പക്ഷെ കേരളം കനത്ത വില നൽകേണ്ടി വരും. ഈ പാക് ഭീകരന്മാരുമായിട്ട് മുരളീധരന്റെ പാർട്ടിയായ കോൺഗ്രസും അതുപോലെ ഗോവിന്ദൻ മാഷ പാർട്ടിയായ CPM ഉണ്ടാക്കിയിട്ടുള്ള ഈ സഖ്യം സഹകരണം, അതിന് കേരളം കനത്ത വില നൽകേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ജാതി മത വ്യത്യാസവും ഇല്ലാതെ വികസനം അത് ജനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം, ഒരു പുതിയ കേരളം, വികസിത കേരളം, വികസിത നിലമ്പൂർ, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത മേഖലയിലേക്ക് ഈ ഒരു ഇലക്ഷൻ ഒരു പടിയാകുമോ? അല്ല, ഞങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റമുണ്ട്. അത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ബദലായിട്ട് വികസനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ആ BJP ഉയർത്തിപ്പിടിക്കുന്ന വികസിത കേരളം, വികസിത നിലമ്പൂർ, വികസനത്തിന്റെ രാഷ്ട്രീയം, അത് നിലമ്പൂരിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. അതുവഴി കേരളത്തിനൊരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, എനിക്കറിയില്ല, അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയേണ്ടത്. അങ്ങനെ ഹിന്ദു മഹാസഭ ഇവിടെ ഉണ്ടോ, അതിന് പിന്തുണയുണ്ടോ, അത് മാർക്സിസ്റ്റ് പാർട്ടി പറയാൻ ഗോവിന്ദൻ മാഷ പറയേണ്ടത്. അതെ, ഇദ്ദേഹം പറഞ്ഞ ഹിന്ദു മഹാസഭയാണ് ഗാന്ധിയെ കൊന്നതെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയാറ്. അവരുമായിട്ടാണ് സഖ്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പം ഏതായാലും വെളിച്ചത്ത് വന്നിരിക്കുക. പണ്ട് ഈ ആരോപണമുണ്ട്, ഹിന്ദു മഹാസഭയുടെ നേതാവുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബംഗാളിലെ നേതാവ് നമ്മുടെ സോമനാഥ് ചാറ്റർജിയുടെ പിതാവിന് ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അപ്പം പഴയ കാലത്ത് ഈ ഹിന്ദു മഹാസഭയുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരസ്യമായ സഖ്യം സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷെ നിലമ്പൂരിൽ അത് ആവർത്തിക്കുന്നുണ്ടാവാം. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.